ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, കുഴിമാടത്ത് പ്രത്യക്ഷപ്പെട്ടു, ആളുകൾ മുഴുവൻ ഭയപ്പാടാണ്. അപ്പോൾ മനസ്സിലായി മരിച്ച ഒരു ഗോസ്റ്റായിട്ടാണ് വന്നത്, ഒരു ആത്മാവായിട്ടാണ് മകൻ വന്നത്. പക്ഷെ ആളുകൾ ഇയാൾക്ക് പരാതി പറയാൻ തുടങ്ങി, നിങ്ങളുടെ മകനെ ഞങ്ങളൊക്കെ പീഡിപ്പിക്കുന്നുണ്ട്, ശ്മശാനത്തിൽ കാണുന്നു, രാത്രി ഒറ്റയ്ക്ക് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ അന്തിമമായിട്ട് നിങ്ങളുടെ മകനെ എന്ത് ചെയ്യണം, മരിക്കാൻ പറയണം. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു മങ്കീസ്കോ. മൂന്നാമത്തെ ആഗ്രഹം എന്താ? അപ്പോൾ ഇയാൾ മങ്കീസ്കോ വിളിച്ച് പറയണം, എൻ്റെ മകനെ എന്ത് ചെയ്യണം, ശാശ്വതമായി മരിപ്പിക്കണം, എൻ്റെ മകനെ ശാശ്വതം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേക്കുറിച്ച് നന്നായി പഠിക്കുകയും അത് ബോധവൽക്കരിക്കുകയും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വേണം ആ സ്നേഹം, ആ ആർദ്രത, ആ കാരുണ്യം പകർന്നു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ആളെന്നോട് പറഞ്ഞ് കല്യാണം കഴിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോ എന്തായാലും എല്ലാവർക്കും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ എന്നാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നിങ്ങൾ പറഞ്ഞ ഫുഡ്, ഫാമിലി, എഡ്യൂക്കേഷൻ, ജോബ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മറ്റ് നെസസിറ്റീസ് എല്ലാം. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വമാണ്. അപ്പോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഹിസ് ഓർ ഹെർ ഓൺ പേഴ്സണാലിറ്റി. അപ്പോ ആ വ്യക്തിയുടെ വ്യക്തിത്വം ആണ് അയാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ടാസ്ക് എന്താണ്? നമ്മുടെ വ്യക്തിത്വത്തിന്റെ വാല്യൂ കൂട്ടുക അല്ലേ? അതാണ് നമ്മുടെ എയിം. അപ്പോ ഇനി അവിടെ വ്യക്തിത്വം എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, ദ ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺസ് ക്യാരക്ടർ ദാറ്റ് മേക്ക് ഹിം ഓർ ഹെർ ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ. അപ്പോ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തോ അതാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലേ? ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാല് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയാ? പറഞ്ഞോ? പലർക്കും പല ടീച്ചറായിരിക്കും അല്ലേ? ഇവിടെ ഇനി ചോദിച്ചിട്ട് ഇനി ചിലപ്പോ ചില പേര് പറയും, അപ്പൊ ചില ടീച്ചേഴ്സ് എന്റെ പേര് പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം വേണ്ട. എനിവേ പലർക്കും പല ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോ ഇപ്പൊ എന്നെ പഠിപ്പിച്ച രജിത മാഡം എനിക്ക് എപ്പോഴും ഓർമ്മയിൽ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ചില ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ആ വ്യക്തിയെ ഓർമ്മ വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതാണ്, നല്ല വ്യക്തിത്വം നേടുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അപ്പോ ഇനി വ്യക്തിത്വത്തിന്റെ വില കുറയ്ക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? പലതും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ്, ഞാൻ 2017 എക്സൈസില് ജോലി തുടങ്ങുന്നത്. അത് ഒരു വർഷം ട്രെയിനിങ് ഉണ്ട്. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരേഡ്, PT ക്ലാസ് അതൊക്കെ കഴിഞ്ഞ് 180 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഒരു ഓഫീസിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ട്രെയിനിങ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടർ ആയിട്ടാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ 7-8 വർഷം ഞാൻ പല ഫീൽഡില് പല ഓഫീസുകളിലുണ്ടായിരുന്നു. അപ്പോ നമ്മള് പല ലഹരി കേസുകളിൽ ഇപ്പൊ ഞാൻ ഓർത്തിരിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്ത്, ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള കേസിൽ വന്ന് പെടരുത്. കാരണം എന്താ, ഒരാളുടെ ചെറുപ്പത്തിൽ തന്നെ അതൊന്ന് ഇത് ഇൻട്രൊഡക്ഷനിൽ ഒരു സാറ് പറഞ്ഞു ഡോപ്പമിൻ എന്ന് പറയും അല്ലെ? ഡോപ്പമിൻ ഒരുപാട് റിലീസ് ചെയ്യും, ഇപ്പൊ ഭയങ്കര ഒരു മൂഡിലായിരിക്കും. എനിവേ അത് അതിന്റെ ഒരു പോസിറ്റീവാണ്. പക്ഷെ അതിന് നെഗറ്റീവ്സ് ഉണ്ട് അല്ലെ? ഏതൊരു കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാല് അതിന്റെ നെഗറ്റീവ് എന്താണ്? അപ്പൊ പറയും പ്രണയം ഒരുപാട് സ്വപ്നങ്ങൾ നൽകും. പക്ഷെ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം മാത്രമല്ല പോവുക, പിന്നെ എന്താ പോവുക? എന്താ?
ആത്മഹത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്വപ്നങ്ങളിൽ പോകുന്നതിന് പകരം നമുക്ക് ഉറക്കം കൂടെ പോകും. പിന്നെ നമുക്ക് അത് തന്നെ ഒരു ട്രോമ ആവും. പിന്നെ നമുക്ക് അത് ഉറക്കത്തേക്ക് ബാധിക്കാൻ തുടങ്ങും അല്ലേ? അപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് വശം അതിനുണ്ട്. അപ്പോ ഞാൻ പറയാൻ കാരണം, ഞാനത് പേരൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ കൂടെ പഠിച്ച ചില ഒരു കേസുകളിൽ ചിലര്, എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ആള് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു. അവർ ഒരേ കമ്മ്യൂണിറ്റി ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചത് അവര് കല്യാണം കഴിക്കുമെന്നായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് ചില കുടുംബപരമായിട്ട് സമ്മതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് അത്ര വിജയിച്ചില്ല. ഈ ആള് വിചാരിച്ചത് ആ കുട്ടി ഇറങ്ങി വരും എന്നാണ്. അങ്ങനെയൊന്നും നടന്നില്ല. പിന്നെ നമ്മള് ഈ ആള് പിന്നെ ആരോടും സംസാരിക്കില്ല. അപ്പോ പിന്നെ നമുക്ക് അവരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. പിന്നീട് അറിയുന്നത് ആള് സൂയിസൈഡ് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പോ അങ്ങനെ ഒരുപാട് കേസുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീമെറിറ്റ് ഞാനിത് ഇവിടെ പറയാൻ കാരണം, ഈ ട്രോമ നിങ്ങൾ പറഞ്ഞല്ലോ, ബ്രേക്കപ്പ് ട്രോമ എന്ന് പറയുന്നത്, ഈ ട്രോമ വരുമ്പോ 3 തരത്തിലാണ് ആളുകൾ ചിന്തിക്കാറുള്ളത്. ഇപ്പൊ ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. പലതരം ട്രോമ ഉണ്ട്. അതിൽ ഒന്ന് പിന്നെ ആളുകൾ തിരിയുന്ന ഒരു മേഖലയാണ് അല്ലെ, നമുക്കിപ്പോ വേറൊരാളോടുള്ള ദേഷ്യം നമ്മൾ തീർക്കേണ്ടത് നമ്മളെ തന്നെ നശിപ്പിച്ചിട്ടാണോ? അല്ല. പിന്നെ എന്താണ് അവിടെ ഒരു തേർഡ് ആയിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, മാസീവ് സക്സസ് അല്ലെ. നമുക്ക് ചില ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, നല്ല ജോലി നേടുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായ ചില മേഖലകൾ ഉണ്ടാവും. ആ മേഖലകളിൽ നമ്മൾ എന്ത് നേടുക? സക്സസ് നേടുക അല്ലെ. ഇപ്പോ ഈ സക്സസ് എന്ന് പറയുമ്പോ നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മള് വിജയം ശാശ്വതമല്ല എന്ന് പറയും. പരാജയം എന്നേക്കുമുള്ളതും അല്ല. ഇപ്പൊ വിജയം നേടിയാലും പിന്നെയും നമുക്ക് പ്രശ്നങ്ങൾ വരും അല്ലെ. നമ്മളിപ്പോ നല്ലൊരു ജോലി നേടി, ആ ജോലിയിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോഴും നമുക്ക് പോസിറ്റീവായ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ പലരും കണ്ടിട്ടുണ്ട് तू ही हमारा तू ही जिया
പള്ളിയിലിരുന്ന് കാണാൻ പറ്റും. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത്